ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാഗണപതി നമ. ഓം തും ദുർഗായേ നമോ നമ. ശ്രീമദ്ദേവി മഹാഭാഗവതം 4-ാം സ്കന്ധം 6-ാം അധ്യായം ഉർവശി സൃഷ്ടി. 5-ാം അധ്യായത്തിൽ നരനാരായണ ഋഷിമാരുടെ തപസ്സിന് വിഘ്നം സൃഷ്ടിക്കാനായി ഇന്ദ്രൻ പല ആൾക്കാരെയും വിടുന്നതും പരിശ്രമിക്കുന്നതും ആണ് നമ്മൾ കണ്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കാം. വ്യാസൻ: ശ്രേഷ്ഠമാമശൈലഭൂവിൽ വസന്തം ചെന്നിതാദ്യമായി കാർവണ്ടിനം മുരണ്ടെത്തി പൂത്തുനിന്ന മരങ്ങളിൽ പൂവിട്ടു പച്ചിലമരം മാവും പ്ലാശുമിലഞ്ഞിയും ഇരിപ്പ മയിലെള്ളുപന മുളപ്പൂമരുതും തഥാ ചുറ്റിപ്പടർന്നു പൂവല്ലി പുൽകി നിന്ന മരങ്ങളിൽ ഇരുന്നോ പൂങ്കുയിലുകൾ പാടി കർണാഭിരാമമായി. കാമമാൽ മൂത്തിണകളുമൊത്തുടൻ കാട്ടുജീവികൾ പരസ്പര പ്രേമവായ്പാൽ ക്രീഡിച്ചാർ മതമത്തരായി. വീശി നറും പൂമണമോലുന്ന തൈക്കുളിർ തന്നലും ഇന്ദ്രിയക്ഷോഭമുണ്ടായി മുനിമാരിലുമാക്ഷണം. രതിയൊത്തഞ്ചു പൂവമ്പും തൊടുത്തും കൊണ്ടു കാമനും കടന്നാനബദരികാശ്രമം തന്നിലതിദ്രുതം. ആശ്രമത്തിൽ ചെന്നു തിലോത്തമയും രംഭയും തഥാ മറ്റു നാരികളും പാടി താളമേളക്കൊഴുപ്പൊടും മധുരോദ്ഗീതമപ്പാട്ടും കുയിലിൻ കൂജിതങ്ങളും വണ്ടിൻ ചങ്കാരവും കേട്ടിട്ടുണർന്നാനം മുരീശ്വരർ. പൂത്തുനിൽക്കും കാടും അകാലത്തിൽ വന്ന വസന്തവും കണ്ടു ചിന്താപരന്മാരായി മുനിമാരവരഞ്ജസാ. മഞ്ഞുകാലത്തിനറുതിയന്തകാലികമായി വരാൻ ജന്തുക്കളെ കാൺമു സർവം കാമമാലാൽ തളർന്നതായി. കുഴഞ്ഞേവം അറിഞ്ഞെന്തേ കാലധർമ്മമണഞ്ഞിടാൻ നാരായണൻ വിസ്മയിച്ചു നരനോടോതിയിങ്ങനെ. കണ്ടാലും പുഷ്പിച്ചു നിൽക്കുമീ കാടു സോദരാ, കുയിൽനാദം മുഴങ്ങുന്നു പൂന്തേനുണ്ണുന്നു വണ്ടിനം. വസന്ത പഞ്ചാസ്യനിതാ ശിശിരക്കൊമ്പനാനയെ പ്ലാസിൻ പൂവാം കൂർത്തനഖം കൊണ്ടു കീറിപ്പിളർക്കയാം. പ്ലാശാം കാലുകളും രക്താശോകപാണിതലങ്ങളും വിരിഞ്ഞ ചെന്താർമുഖവും നീലാശോകകജങ്ങളും കോവളക്കാക്കൊങ്കകളും നീലത്താമരനേത്രവും മുല്ലപ്പൂതന്തനിരയും പൂങ്കുലച്ചാർത്തു കർണവും നല്ലുച്ചമലരി ചുണ്ടും കരിനൊച്ചി നഖങ്ങളും കുയിൽനാദം പൂവരശാം തുകിലും മയിൽ ഭൂഷയും പണ്ടാരക്കോഴി തന്നാദ കാൽച്ചിലമ്പൊലിയും തഥാ പിച്ചിപ്പൂവല്ലിയരഞ്ഞാണച്ചന്തമെഴും നടാ. പൂവാടയ്ക്കടിയിൽ പൂത്തിലഞ്ഞിയാം രോമരാജിയും ചേർന്നു വാസന്തിയാം കന്യാലക്ഷ്മി വന്നതു കാൺക നീ. വന്നതെന്തിതകാലത്തിൽ ആശ്ചര്യമിതു പാർക്കുകിൽ തപോവിഘ്നമണയ്ക്കാനായി
പോന്നതോ പാർത്തു കാൺക നീ. ധ്യാനം മുടക്കാൻ വിൺമങ്കമാരും പാടുന്ന കേൾപ്പു നാം. തപോവിഘ്നത്തിനായി ഇന്ദ്രനേവം പറ്റിച്ചതാകുമോ? അല്ലെന്നാകില കാലത്തിൽ ഋതുരാജൻ വരാദൃഢം. നണ്ണുന്നേൻ പേടിയാൽ ഇന്ദ്രൻ വിഘ്നം ചെയ്യുവതായി ഞാൻ. കുളിർത്ത മണമോലുന്ന തെന്നൽ വീശുന്നു സുന്ദരം. ഇന്ദ്രനല്ലാതില്ല കാര്യം മറ്റാർക്കുമിതിലൊന്നുമേ. എന്നാ മുനിശ്രേഷ്ഠനായ നാരായണനുരയ്ക്കവേ. കാണുമാറായി പുഷ്പബാണ മുഖ്യരാം സർവപേരെയും. നരനാരായണന്മാരീ മന്മഥപ്പട കാൺകവേ. വിസ്മയാവിഷ്ടരായിത്തീർന്നു രണ്ടുപേരുമൊരേ ക്ഷണം. കന്ദർപ്പനും മേനകയും രംഭ പിന്നെത്തിലോത്തമ. പുഷ്പഗന്ധ മഹാശ്വേത മനോരമ സുകേശിനി. ചാരുഹാസിനി ഗീതജ്ഞ ചന്ദ്രപ്രഭഹൃദാജിയും. പ്രമദ്വരയുമവ്വണ്ണം കോകിലസ്വരസോമയും. വിദ്യുന്മാലയുമബ്ജാക്ഷി പിന്നെ കാഞ്ചനമാലയും. മറ്റു സുന്ദരിമാരും വന്നണഞ്ഞാരന്തികത്തിലായി. 16,050 കാമന്റെ യാവൻപട കണ്ടവർ വിസ്മിതരായ്ത്തുലോം. കുമ്പിട്ടു നിന്നാരവർ തൻ മുമ്പിലദേവവേശ്യമാർ. ദിവ്യഭൂഷകളും ദിവ്യമാല്യങ്ങളുമണിഞ്ഞവർ. ശാസ്ത്രീയമായി മന്മഥാർത്തി പരുകിക്കുന്ന മട്ടിലായി. ഭൂലോകദുർലഭം ഗാനം പാടിനാർ കള്ളമൊത്തവർ. ഭഗവാൻ നരനും നാരായണനും ഗാനമീ വിധം കേട്ടാർ. നാരായണൻ പിന്നെ പ്രീതിപൂർവമുരയ്ക്കയായി. ഇരിക്കിൻ സുഖമായി ചെയ്വനദ്ഭുതാതിഥ്യമിങ്ങു ഞാൻ. നാഗത്തിൽ നിന്നതിഥിമാരായി വന്നവരല്ലയോ. ഇരിക്കിൻ സുഖമായി ചെയ്വനദ്ഭുതാതിഥ്യമിങ്ങു ഞാൻ. നാഗത്തിൽ നിന്നതിഥിമാരായി വന്നവരല്ലയോ. വ്യാസൻ അഭിമാനം നമ്പെടുത്തു തഥാ നാരായണർഷിയിൽ. വിഘ്നം ചെയ്യാനിന്ദ്രനയച്ചുള്ളോരാണിവർ നിർണയം. നിസ്സാരരിക്കൂട്ടർ പുത്തൻ നാരിമാരെ ചമയ്ക്കുവൻ. ഇവരെക്കാൾ നല്ലവരായി കാണട്ടെ എൻ തപോബലം. എന്നുള്ളിൽ കരുതി കയ്യാൽ തുടമേലൊന്നടിച്ചുടൻ. സൃഷ്ടിച്ചു സർവാംഗചാരുരൂപയാമൊരു നാരിയെ. നാരായണോരു സംജാതയാകയാലവളുർവശി. അവളെ കണ്ടമ്പരന്നു നിന്നു ദേവാംഗനാജനം. അവർ തൻ പരിചര്യയ്ക്കായി മുനിവിഭ്രമമെന്നിഹേ. സൃഷ്ടിച്ചു സുന്ദരികളെ എണ്ണത്തിലവരോളവും. ചിരിച്ചും പാടിയുമവർ കാഴ്ച കയ്യിൽ പലേതുമായി. കുമ്പിട്ടു മുനിമാരെ കൈകൂപ്പി നിന്നിതു മുന്നിലായി. സമ്മോഹനാംഗികൾ സുരാംഗനമാർ തപസ്സിൻ. മാഹാത്മ്യമേവമഥ കണ്ടു പരിഭ്രമിച്ചു. പൊൽത്താർ മുഖത്തെളിവൊടും കുളിർ കോരി നിൽക്കും. നൽപൂവലംകവടിവോടു ഉരച്ചിദേവം. വാഴ്ത്തേണ്ടതെങ്ങിനെ തപോബലവും ഭവാന്മാർ. തന്നുള്ളുറപ്പുമിഹ കണ്ടൊരു ഞങ്ങളജ്ഞർ. നഞ്ഞാണ്ട ഞങ്ങളുടെ കടാക്ഷശരം ദഹിപ്പിക്കില്ലാരെ.
നിങ്ങളിളകാഞ്ഞതീവ ചിത്രം. കണ്ടാർശമാധിക ഗുണങ്ങളെഴും ഭവാന്മാർ ശ്രീവിഷ്ണുവിൻ്റെ പരമാംശജരെന്നു ഞങ്ങൾ. സേവാർത്ഥമല്ലിവിടെ വന്നതു ഞങ്ങളിന്ദ്രൻ കൽപ്പിച്ചു പോന്നു നിജകാര്യജയാർത്ഥമായി താൻ. ഉണ്ടായി നിങ്ങളുടെ ദർശനയോഗമേതോ ഭാഗ്യം നിമിത്തമിതു സഞ്ചിത പുണ്യമാവാം. ഹാ തെറ്റു ചെയ്യുകിലുമെങ്ങളൊടുറ്റ മോദം കാട്ടുന്ന നിങ്ങളുടെ ശമമെത്ര ചിത്രം. നിസ്സാര കാര്യവിജയത്തിനു ശാപമേകി വിദ്വജ്ജനങ്ങൾ കളയില്ല തപോബലത്തെ. വ്യാസൻ സ്വപ്രശ്രയം സുരവരാംഗനമാരുരച്ചൊരി വാക്കുകേട്ടരുളി ഇങ്ങനെ മോദപൂർവം. കാമാധികത്തെ വിജയിച്ച തപപ്രഭാവ സന്ദീപ്തഗാത്രർ മുനിസത്തമർ ധർമ്മപുത്രർ. ചൊന്നാലും നിങ്ങൾ തൻ കാമമെന്തെന്നേകുവതുണ്ടിവർ. പോകുവിൻ വിണ്ണിലേക്ക് മാൻ കണ്ണിയുർവശിയൊത്തുടൻ. ഒരു സംജാതയീ ബാല നാരിയാം പേലവാങ്കിയെ ഇന്ദ്രനു കാഴ്ചയായി പ്രീണനാർത്ഥം ഞങ്ങളയച്ചിടാം. സ്വസ്തിയുണ്ടാവട്ടെ ദേവന്മാർക്കു പോവിൻ യഥേപ്സിതം. ഇനിയാർക്കും തപോവിഘ്നം അണയ്ക്കാതെയിരിക്കുവിൻ. ദേവിമാർ, നാരായണ മുനിശ്രേഷ്ഠ നിൻ പാദസരസീരുഹം ഭക്തിമുറ്റിയണഞ്ഞോരി ഞങ്ങൾ പോവേണ്ടതെങ്ങുവാൻ. മധുസൂദന, നീ ഞങ്ങൾക്കിഷ്ടപ്പെട്ട വരം വിഭോ നൽകാമെങ്കിൽ പറഞ്ഞിടാമിഷ്ടം ദണ്ഡാർദ്ധലക്ഷണ. ഭർത്താവുക നീ ഞങ്ങൾക്കിതുതാനീപ്സിതം വരം. സേവിച്ചു വാഴട്ടെ നിന്നെ പ്രീതിപൂർവം പരന്തപ. അങ്ങു സൃഷ്ടിച്ചൊരിച്ചാരു നേത്രമാരായ നാരിമാർ ഉർവശ്യാദികൾ പോകട്ടെ നാഗത്തിൽ കൽപ്പനപ്പടി. 16,000 പിന്നെ 50 ചേർന്ന ഞങ്ങളോ മുനീന്ദ്രരാം നിങ്ങളെയും സേവിച്ചിങ്ങു കഴിച്ചിടാം. വഞ്ചിതം നൽക ദേവേശ, സത്യവാക്കായി ഭവിക്ക നീ. ആശാഭംഗം നാരിമാർക്കു ചേർത്തിടുന്നതു ഹിംസ താൻ. വിശിഷ്യ കാമാർത്ഥകളെ നോവിപ്പിക്കായൊരിക്കലും ധർമ്മജ്ഞരല്ലീ മുനിമാർ തത്വദർശികളായവർ. ഭാഗ്യത്താലിങ്ങണഞ്ഞോരി ഭക്തിമുറ്റിയ ഞങ്ങളെ ത്യജിക്കാമോ ദേവദേവ സമർത്ഥൻ നീ ജഗത്പദേ. നാരായണൻ, തികച്ചും 1000 വർഷം തപസ്സാലിന്ദ്രിയങ്ങളെ വെന്നേൻ സുന്ദരിമാരെ ഞാൻ ഭംഗം ചെയ്യേണ്ടതെങ്ങനെ. സുഖധർമ്മങ്ങളെ പോക്കും കാമവാഞ്ചകളില്ലമേ. മൃഗങ്ങളെപ്പോൽ മതിമാൻ രമിക്കുന്നതുമെങ്ങനെ. അപ്സരസ്സുകൾ, ശ്രേഷ്ഠം സ്പർശസുഖം ശബ്ദാദിക പഞ്ചഗുണങ്ങളിൽ ആനന്ദത്തിൻ്റെ നാരായവേരായി മറ്റെന്തു പാരിതിൽ. അതിനാലേതുമട്ടും നീ ചെയ്ക ഞങ്ങളുരച്ച പോൽ. രമിച്ചു നിർഭരം ഗന്ധമാദനത്തിൽ സുഖിക്ക നാം. സ്വർഗേച്ഛയാണെങ്കിലതിന്മീതൈ ഗന്ധമാദനം സുഖിക്ക ദേവാംഗനമാരുത്തി പുണ്യസ്ഥലത്തു നീ. 6-ാം അധ്യായം സമാപ്തം.
ഓം ശ്രീ മാത്രേ നമഃ. ഓം ശ്രീ ജഗദംബായേ നമഃ. 7-ാം അധ്യായം അഹങ്കാരാവർത്തനം. വ്യാസൻ അവർതൻ വാക്കുകേട്ടാശു ധർമ്മപുത്രൻ പ്രതാപവാൻ എന്തു ചെയ്യേണ്ടതിത്തവിൽ എന്നു ചിന്ത തുടങ്ങിനാൻ. ഹാസ്യനാം സംഗമത്താൽ ഞാൻ മുനിമാർക്കിടയിൽ ധ്രുവം അഹങ്കാരം കൊണ്ടു മാത്രം ആപത്തിന്നിതു വന്നുമേ. അഹങ്കാരം ധർമ്മനാശം ചെയ്യാനുള്ളാദ്യ ഹേതുതാൻ ഓതുന്നു വിജ്ഞരിതിനെ സംസാരതരുമൂലമായി. വാരസ്ത്രീകളെ ഈ വണ്ണം സേവിച്ചാപത്തു വന്നുമേ. ധർമ്മവ്യയത്തെ ചിന്തിക്കാതുണ്ടാക്കി നാരിമാരെ ഞാൻ. ഇവരോ മാരമാൽ മൂത്തു ബാധയായി തീർന്നിരിങ്ങുമേ. 8 കാലി കണക്കി ഞാൻ സ്വന്തമാറാലയാൽ ദൃഢം ബദ്ധനായിപ്പോയെന്തു ചെയ്യും ഇതു വേറിട്ടു പോകുവാൻ. ഒന്നുമോരാതബലമാരിവരെ സന്ധ്യജിക്കലോ നിരാശരായെന്നെ ഇവർ ശപിക്കും സംശയം വിനാ. എന്നാലും മുക്തനായി കാട്ടിൽ വൻ തപസ്സാചരിച്ചിടാം. ക്രോധം കൈക്കൊണ്ടു വിട്ടേക്കാം അതിനാലിവരെ ക്ഷണാൽ. വ്യാസൻ ഈ മട്ടോരോന്നു ചിന്തിച്ചും കൊണ്ടു നാരായണൻ മുനി സുഖമുണ്ടാകുവാനുള്ള മാർഗമാരാഞ്ഞു പിന്നെയും. സന്താപകാരണം ക്രോധം രണ്ടാമത്തെ മഹാരിപു. കാമലോഭങ്ങളെക്കാളും ഇതു മന്നിൽ ഭയങ്കരം. ക്രോധമാണെങ്കിലോ ചെയ്യും ഒരാൾ നിഖില ദുഃഖദം. നരകാരാമനദിയാം പ്രാണൻ പോക്കുന്ന ഹിംസ താൻ അന്യോന്യമുരസീട്ടുണ്ടാം തീമരത്തെ ചുടും വിധം. ഉള്ളിൽ പൊങ്ങും കടും കോപം ദേഹം താൻ ചാമ്പലാക്കിടും. വ്യാസൻ ഏവം ചിന്തിച്ചു ദീനാത്മാവായ സോദരനോടുടൻ ധർമാനുകൂലം വാക്യേവം ചൊന്നാനനുജനാം നരൻ. നരൻ നാരായണ മഹാഭാഗ കോപിക്കായിക മഹാമതേ. ശാന്തി കൈക്കൊണ്ടു പെരുതാം അഹങ്കാരത്തെ വെൽക നീ. നഷ്ടമായി പണ്ടഹങ്കാര ദോഷത്താൽ നമ്മൾ തൻ തപം. കോപാഹങ്കാരങ്ങൾ കൊണ്ടു മുന്നം പ്രഹ്ലാദനോടു നാം ചെയ്തില്ലയോ ഘോരയുദ്ധം 1000 ദിവ്യവത്സരം. ദുഃഖമെന്തൊക്കെ നമ്മൾക്കു വന്നില്ലപ്പോരിനാൽ മുനേ. അതിനാൽ ശാന്തനായി ക്രോധം വെടിഞ്ഞാലും സുരോത്തമ. ഓതുന്നു മുനിമാർ ശാന്തി തപസ്സിൻ മൂലമെന്നതായി. വ്യാസൻ നരനേവം കഥിച്ചപ്പോൾ ശാന്തനായിത്തീർന്നു ധർമ്മജൻ. ജനമേജയൻ മുനീന്ദ്ര സംശയിക്കുന്നു വിഷ്ണുഭക്തരിലുത്തമൻ. ശാന്തൻ പ്രഹ്ലാദനോടൊത്തു പോർ ചെയ്തെന്നോ മുനീശ്വരർ. നരനാരായണന്മാരാം ഋഷിമാർ ശാന്തമാനസർ. ധർമ്മന്റെ ആ 2 പുത്രന്മാരും പോർ ചെയ്തതെങ്ങനെ. അവര ദൈത്യസുതനെ കണ്ടുമുട്ടിയതെങ്ങിനെ. മഹാത്മാമാം അവനോടു യുദ്ധം ചെയ്തതുമെങ്ങനെ. പ്രഹ്ലാദനോ വിഷ്ണുഭക്തൻ ജ്ഞാനവാൻ ധർമ്മതത്പരൻ. നരനാരായണന്മാരോ സത്വസംസ്ഥിതർ താപസർ. അവർക്കിടയിൽ ഇത്രയ്ക്കും വൈരമുണ്ടായതെങ്കിലോ ധർമ്മത്തിനും തപസ്സിനും ഉള്ള യത്നം വൃഥാവിലാം. ജപമെങ്ങു തപസ്സെങ്ങു പണ്ടു സത്യയുഗത്തിലും അശക്യമോ താദൃശർക്കും ക്രോധാഹങ്കാര നിഗ്രഹം.
അഹങ്കാരം പൊടിക്കാഞ്ഞാൽ ഉണ്ടാകാ കോപമീർഷ്യയും. അഹങ്കാരത്തിൽ നിന്നല്ലോ കാമക്രോധാദിതഞ്ജനി. 1000 കോടിയാണ്ടോളം വൻതപം ചെയ്തു വാഴ്കിലും അഹങ്കാരം നാം വെടുത്താൽ എല്ലാം വെറുതെയായി വരും. ഭാസ്വാനുദിച്ചുയരവേ തപസ്സും മറയും വിധം അഹങ്കാരാങ്കുരത്തിൻ്റെ മുമ്പിൽ നിൽക്കില്ല പുണ്യവും. പ്രഹ്ലാദനും വിഷ്ണുവോടു പോർ ചെയ്തെന്നോ മഹാമതേ, ഇപ്പാരിലെന്നാൽ സുകൃതകൃത്യം കൊണ്ടെന്തുവാൻ ഫലം. നരനാരായണന്മാരും തപസ്സൊക്കെ വെടിഞ്ഞഹോ, പോരടിക്കിൽ പിന്നെ എന്തു ശമം പുണ്യവുമെങ്ങുവാൻ. സത്വസ്തരാം താദൃശർക്കും അഹങ്കാരമജേയമോ, എന്നെപ്പോലുള്ളോർക്കു പിന്നെ അചിന്യം തന്നിയന്ത്രണം. അഹങ്കാരത്തെ വിട്ടോനാരായി മൂവുലകത്തിലും ഉണ്ടായിരുന്നിട്ടില്ലെന്നല്ലുണ്ടാവുകയുമില്ലൊരാൾ. ഇരുമ്പോ മരമോ കൊണ്ടുള്ളാമം വേറിട്ടു പോയിടാം, അഹങ്കാരച്ചങ്ങലക്കെട്ടഴിയില്ലൊരു മട്ടിലും. അഹങ്കാരം ഓടി നിൽക്കും ഇച്ചരാചരമൊക്കെയും മലമൂത്രങ്ങളാൽ ജീർണം സംസാരത്തിൽ ഭ്രമിക്കയാം. മോഹാവൃതം ലോകമിതിൽ ബ്രഹ്മജ്ഞാനവുമെങ്ങുവാൻ വെൽവോ മീമാംസകമതം തന്നെയെന്നായി നിനപ്പു ഞാൻ. മഹാന്മാർക്കും കാമകോപാദികം ദുസ്ത്യജമെങ്കിലോ, കലികാലത്തിലെന്നെപ്പോലുള്ളോർ തൻ കഥയോ മുനേ. വ്യാസൻ: കാര്യം കാരണവുമില്ലാതെ വരില്ലല്ലോ നൃപോത്തമ. വളയോ തോടയോ പൊന്നില്ലാതെയുണ്ടായി വരാവതോ. അഹങ്കാരത്തിൽ നിന്നല്ലി ബ്രഹ്മാണ്ടോൽപ്പത്തി താൻ നൃപ. നൂലിൽ നിന്നുണ്ടായ വസ്ത്രം നൂലന്യേ നിലനിൽക്കുമോ. പുല്ലും തണ്ടും വരയ്ക്കുള്ളിൽ ചരാചരമശേഷവും മായാഗുണങ്ങളാൽ ബദ്ധം. ഖേദിക്കാനുമുള്ളതെന്തിതിൽ. അഹങ്കാരത്തിലാപ്പെട്ടു വിധിവിഷ്ണുഹരാദ്യരും ആഴമേറുന്നൊരി സംസാരത്തിലെന്നും ഭ്രമിക്കയാം. വസിഷ്ഠൻ നാരദൻ തൊട്ട വിജ്ഞരാം മുനിവര്യരും സംസാരബന്ധത്തിൽ വീണ്ടും വീണ്ടും മോഹിച്ചു വാഴുകയാം. മായാബന്ധങ്ങളറ്റാത്മാരാമനായി ശാന്തനാമൊരാൾ ദേഹം ധരിച്ചോനായില്ല 3 ലോകത്തിലും നൃപ. അഹങ്കാരോൽപ്പന്നമായ കാമക്രോധാദിവൃത്തിയാൽ ഒഴിവാക്കപ്പെടില്ലെന്നും ദേഹഭൃത്തായ മാനുഷൻ. വേദശാസ്ത്രപുരാണാദി ചിന്തയും പഠനങ്ങളും ദേവാർച്ചനം ജപം ധ്യാനം ദാനം തീർത്ഥാടനങ്ങളും ചെയ്വൂ ഭോഗാസക്തനായിത്താൻ കള്ളനെപ്പോലെ മാനവൻ. ഓർക്കുന്നുമില്ല തൻ പൂർവാവസ്ഥ കാമാതിമോഹിതൻ. കൃതത്രേതദ്വാപരങ്ങൾ 3 ധർമ്മമീ വിധം പിഴച്ചു കാൺമൂ കലിയിൽ പിന്നെ എന്തുള്ളു ചൊല്ലുവാൻ. എന്നുമീർഷ്യ സദാ ദ്രോഹമെന്നും ലോഭമമർഷവും ഈ മട്ടിലത്രേ സംസാരം ചിന്തിക്കാനൊന്നുമില്ലിതിൽ. ക്രോധമാത്സര്യാദി വെടിഞ്ഞോരാം സത്തുക്കൾ മന്നിതിൽ ഉണ്ടായേക്കാം വിരളമായി ദൃഷ്ടാന്തത്തിനു മാത്രമായി. രാജാവ്: ധന്യന്മാർ സുകൃതം ചെയ്തോർ
മതമോഹങ്ങളറ്റവർ. ജഗത്രയം ജയിച്ചോർ താൻ ഇന്ദ്രിയങ്ങളെ വെന്നവൻ. മഹാത്മാവാമെൻ പിതാവിൻ പാപം താനോർത്തു കേഴ്വു ഞാൻ. തെറ്റന്യേ മുനികണ്ഠത്തിൽ ഇട്ടല്ലോ ചത്ത പാമ്പിനെ. അച്ഛനിനി കണ്ടിരിക്കെ തന്നെ എന്തു ഭവിക്കുമോ? ബുദ്ധിഭ്രമം കൊണ്ടറിയുന്നില്ല ഞാൻ ഭാവിയേതുമേ. ചെയ്വൂ മർത്യൻ നിന്റെ കർമ്മം നരകപ്പേടി എന്നിയെ. കള്ളേ കാൺമൂ മൂഢനതിൻ വീഴ്ച കാണില്ല കേവലം. നരനാരായണന്മാരാ പ്രഹ്ലാദനോടിടഞ്ഞുടൻ മുന്നം പോർ ചെയ്തതെന്തിനെന്നുര ചെയ്ക സവിസ്തരം. സരസ്വതീ തീർത്ഥദേശത്തെഴും ബദരികാശ്രമം അണഞ്ഞതെന്തിനായി പാതാളത്തിൽ നിന്ന സുരേശ്വരൻ. നരനാരായണന്മാരാം തപോനിഷ്ഠർ മുനീശ്വരർ എന്തു കാരണമായി പോരിൽ ഏറ്റുമുട്ടിയതും മുനേ. ഉണ്ടായേക്കാം പണത്തിനോ പെണ്ണിനോ വേണ്ടി മത്സരം. ഘോരമാം പോർ ചെയ്തതെന്തിന്നിച്ഛാരഹിതരാമവർ. സനാതനന്മാർ ദേവന്മാരെന്നറിഞ്ഞിട്ടുമെന്തുവാൻ അവരോടധർമ്മനിഷ്ഠൻ പ്രഹ്ലാദൻ അമർ ചെയ്തതും. വിസ്തരിച്ച കാരണം നീ ചൊന്നു കേൾക്കാൻ കൊതിപ്പു ഞാൻ. ഓം ശ്രീമാത്രേ നമഃ. 7-ാം അധ്യായം സമാപ്തം. ഓം ദുർഗായേ